സമൂഹത്തിൽ നിന്ന് ഒരുപാട് ഹെൽപ്പ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ തിരിച്ച് സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു കടമ കൂടിയാണ്. പക്ഷെ അതൊരിക്കലും സിവിൽ സർവീസിലോട്ട് എത്തുന്നത് ഞാൻ ഈ ബുക്ക് വായിച്ചതിന് ശേഷമാണ്. കാരണം ഇങ്ങനൊരു ഈ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സാധാരണ ഒരു സാമൂഹിക പ്രവർത്തകനേക്കാൾ ഒരുപാട് കുറച്ചുകൂടെ വൈഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നെനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. അങ്ങനെയാണ് ഞാൻ സിവിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത്രയൊക്കെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു കാര്യം ഇത് കേട്ടപ്പോൾ പറയാൻ ഞാൻ തോന്നി. ശാരീരിക സിവിൽ സർവീസ് കിട്ടിയപ്പോൾ നാട്ടിലുള്ള ഒരു പരിപാടി പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അന്നും അതിനു മുമ്പും ശാരീരികയുടെ വിജയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. കഠിനാധ്വാനത്തിന്റെ അർപ്പണ മനോഭാവത്തിന്റെ പേരാണ് ശാരിക എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ശാരിക പറഞ്ഞല്ലോ, ശാരിക സിവിൽ സർവീസ് എഴുതിയെടുക്കുന്നതിന് പ്രചോദനമായ ഒരു പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് ഉറപ്പാണ് ഈ സദസ്സിലിരിക്കുന്ന പലരും നാളെ സിവിൽ സർവീസ് എഴുതിയെടുത്ത് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഇതാവാൻ പ്രചോദിതയായത് ശാരികയുടെ ഈ പ്രശ്നമാണ് എന്നുള്ളതാണ്. ശാരികയുടെ നമ്മളോടുള്ള സംസാരം തീർച്ചയായും എനിക്കിപ്പോൾ എഴുതിയിരിക്കുന്ന കാലം കഴിഞ്ഞെങ്കിലും എനിക്ക് തന്നെ തോന്നിപ്പോയി. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നിങ്ങൾ ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്യണം. നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള ഇൻസ്പിരേഷനാണ് ശാരികയുടെ ഈ സാന്നിധ്യവും ഈ സംസാരവും. അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയാൻ വേണം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്.